ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കപ്പളങ്ങ വെച്ചിട്ടൊരു പുളിശ്ശേരിയാണ്. അതിനുവേണ്ടി കപ്പളങ്ങ ചെറുതായി അരിഞ്ഞത്, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം ഇത്രയും ഒഴിച്ച് നമ്മളത് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെക്കുന്നു. അതിനുശേഷം തേങ്ങ, ചെറിയ ജീരകം, വെളുത്തുള്ളി, കാന്താരി മുളക്, ചെറിയുള്ളി ഇത്രയും ചേർത്ത് നമ്മുടെ അരപ്പ് റെഡിയാക്കി വെക്കുക. ഇത് കടുകിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ സാധനം കപ്പളങ്ങ വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. അരപ്പൊന്ന് തിളച്ച് ഒന്ന് വേകണം. അരപ്പ് നന്നായിട്ട് ഒന്ന് വെന്തതിന് ശേഷം മാത്രം നമ്മളതിലേക്ക് മോരൊഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മോരതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. മോരൊഴിച്ച് മോരൊന്ന് ചെറുതായിട്ട് സൈഡ് വഴി ഒന്ന് തിള വരണം. എങ്കിൽ മാത്രം നമുക്കത് 2 ദിവസമൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അത് കേടായി പോകും. അതൊന്ന് തിളവന്ന് കഴിയുമ്പം നമുക്കത് വാങ്ങി മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് കടുകിടാൻ വേണ്ടി ഒരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം നമുക്കൊരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകിട്ടതിന് ശേഷം ഈ കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരണേ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, 5 ചെറിയുള്ളി അരിഞ്ഞതുണ്ട്, അതിട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് കളർ മാറണം. അതൊരു കളർ മാറിക്കഴിയുമ്പോൾ നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ട് നല്ല ബ്രൗൺ ആകുന്നോടം വരെ അതൊന്ന് മൂപ്പിച്ചെടുക്കണേ. മൂപ്പിച്ച് ബ്രൗൺ ആയി കഴിയുമ്പോഴാണ് നമ്മളതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളക് 2ആയി കീറി അതിലേക്കിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കുമ്പോൾ ഉലുവ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളിവിടെ പൊടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. വാങ്ങാൻ നേരത്ത് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളത് വാങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ മോര് കറിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതൊഴിച്ചതിന് ശേഷം നമ്മളത് പെട്ടെന്നൊന്ന് മൂടി വെക്കണേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് ഇളക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ സ്വാദൊക്കെ അതിലേക്ക് പിടിക്കുകയുള്ളൂ, നമ്മൾ കടുകിടുന്നതിൻ്റെ. ഇപ്പം നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ആക്കാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.